ഹലോ, നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റുള്ള വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കിയാലോ. സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ അത് ഉണ്ടാക്കി വെക്കാം. ആദ്യം തന്നെ ഒരു ചട്ടി വെച്ച് ആ ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ നല്ലെണ്ണ നന്നായി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ടതിന് ശേഷം ആ ചട്ടിയിൽ ആ എണ്ണയിൽ കടന്നിട്ട് വെളുത്തുള്ളി നന്നായിട്ട് മുരിഞ്ഞു വന്നം എപ്പോഴും കത്ത് പിടിക്കാണ്ട് നന്നായി ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. വെളുത്തുള്ളി നന്നായി മുരിഞ്ഞ് ആ നിറമൊന്നും മാറി വരുന്നവരെ നന്നായി ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. നന്നായി ഇളക്കി കൊടുക്കണം. നിങ്ങൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ അടി പിടിക്കില്ലാത്ത പാത്രം എടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. കാരണം ഞങ്ങൾ ഉണ്ടാക്കിയ പാത്രത്തിൽ ചെറുതായിട്ട് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് അടി പിടിക്കണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അടി പിടിക്കില്ലാത്ത ടൈപ്പ് പാത്രം എടുത്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. വെളുത്തുള്ളി നന്നായി ഇളക്കി കൊടുത്ത് അതിൻ്റെ കളറ് മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം. വേപ്പിലിട്ട് കൊടുത്തിട്ടും കുറേ നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. വെളുത്തുള്ളി കരിഞ്ഞു പോകാണ്ട് സൂക്ഷിച്ചോളൂ കേട്ടോ. വെളുത്തുള്ളി നല്ലതാണ്. അപ്പോൾ വെളുത്തുള്ളി അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ചോറിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കണത് എപ്പോഴും നല്ലതായിരിക്കും. വെളുത്തുള്ളി അച്ചാറൊക്കെ ഇട്ട് ചൊറുക്കൊക്കെ പിടിച്ച് വരുമ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിൽ വെളുത്തുള്ളി തന്നെ പറക്കി കഴിക്കാനൊക്കെ ആയിട്ട് നമുക്കിനി ഇതിലേക്ക് ചേർക്കേണ്ട പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ പൊടികളായിട്ട് എടുത്തേക്കണത് മുളക് പൊടി, അച്ചാർ പൊടി, കായംപൊടി, ഉലുവാപ്പൊടി, ഇതൊക്കെയാണ് നമ്മളിവിടെ പൊടികളായിട്ട് എടുത്തേക്കണത്. നമ്മളിപ്പോൾ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിനേക്കാളും മുന്നേ നമ്മളിവിടെ എല്ലാ പൊടികളും അച്ചാറിന് വേണ്ട എല്ലാ സാധനങ്ങളും മുൻകൂട്ടി എടുത്തു വെച്ചതിന് ശേഷം വേണം നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാനായിട്ട്. അത് നമ്മൾ ഇടുന്ന മുളക് പൊടിയാണ്. ഇവിടെ മുളക് പൊടി 3 കയ്യിലാണ് ആദ്യം ഇടുന്നത്. അതിന് ശേഷം നമ്മൾ ഇടുന്ന അച്ചാർ പൊടിയാണ്. അച്ചാർ പൊടി നമ്മളിവിടെ 1/4 പാക്കറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മുളക് പൊടിയും അച്ചാർ പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതാ വെളുത്തുള്ളിയിൽ നന്നായിട്ട് പൊടികളൊക്കെ പിടിക്കണത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ നമുക്ക് എന്തോരാണ് അച്ചാറിൻ്റെ ചാറ് ആവശ്യം അതനുസരിച്ച് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ചേർത്തതിന് ശേഷം നമുക്ക് പാകത്തിന് വേണ്ട ഉപ്പും ചേർത്ത് കൊടുക്കാം. വിനാഗിരി എപ്പോഴും അച്ചാറിൽ ചേർക്കണം നല്ലതാണ്. ഇപ്പോൾ വിനാഗിരി ചേർക്കുമ്പോൾ അച്ചാർ കുറേ നാൾ കേട് വരാണ്ട് ഇരുന്നോളും. വേറൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണേക്കാളും മുന്നേ കടുക് നന്നായി പൊട്ടി കഴിഞ്ഞതിന് ശേഷം ആ എണ്ണയുടെ ചൂടാറിനൊന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് കായംപൊടിയും ഉലുവാപ്പൊടിയും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അത് അച്ചാറിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കടുക് പൊട്ടിച്ചിട്ട് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം വേണ്ട കായംപൊടിയും ഉലുവാപ്പൊടിയും ഒഴിച്ചു കൊടുക്കാൻ. കാരണം ആ എണ്ണയുടെ ചൂട് മാറിയിട്ട് ഒഴിച്ചു കൊടുത്താൽ ശരിയാവുള്ളൂ. അല്ലെങ്കിൽ ആ ഉലുവാപ്പൊടിയും കായംപൊടിയും കത്തി പിടിച്ച് പോകും. എന്നിട്ട് അച്ചാറിലേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ലല്ലോ.